വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇറ്റ്സ് എ ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇന്ന് വിന്നിംഗ് ടീം എന്നൊരു ഓർഗനൈസേഷൻ നമുക്ക് തരുന്നത് ഒരു ഗ്ലോബൽ ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. സോ ഇന്ന് എന്താണ് ഈ ഓർഗനൈസേഷൻ ചോദിച്ചാൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് സക്സസ്ഫുൾ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ആ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ട്രെയിനിങ്സും മെന്ററിങ്ങും തരുന്ന ഒരു ട്രെയിനിങ് ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. ഇറ്റ്സ് എ ഗ്ലോബൽ ബിസിനസ് ട്രെയിനിങ് ഓർഗനൈസേഷൻ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേഞ്ചസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. നമ്മുടെ ചുറ്റുപാടുകൾ പണ്ട് കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇതിൽ ഈ ഒരു എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാലഘട്ടം. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനോട് ചോദിച്ചാൽ ഇതിൽ പല സംഗതികളും അവർക്ക് അറിയത്തുണ്ടാവില്ല. കാരണം ഇത്തരത്തിലുള്ള ഫോണുകളോ അല്ലെങ്കിൽ ഇല്ലൻഡോ ഇത്തരത്തിലുള്ള മർഫി പോലത്തെ റേഡിയോയോ ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. കാരണം ഇതൊക്കെ കാലഹരണപ്പെട്ടു എന്നുള്ളതാണ്. ഒരു കാലത്ത് നമുക്കറിയാമായിരുന്നു ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അന്നൊക്കെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളോട് സുഖമാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഒരു ഇല്ലൻഡ് വാങ്ങണം. അത് എഴുതി നമ്മുടെ ഒരു സുഹൃത്തിന് അയച്ചാൽ, മേ ബി നമ്മൾ ഡൽഹിയിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിന് അയച്ചു കഴിഞ്ഞാൽ അതൊരു 7 days എടുക്കും കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ അത് അദ്ദേഹത്തിന് കിട്ടാനായിട്ട്. അതിനുശേഷം അവിടുന്ന് അദ്ദേഹം റിപ്ലൈ തരുമ്പോൾ സുഖമാണെന്നുള്ള റിപ്ലൈ തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 7 days എടുക്കും. അതായത് ഒരു 14-15 days എടുക്കുമായിരുന്നു നമുക്കൊരു ആശയം, ഒരു കമ്മ്യൂണിക്കേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് മൈ ഡിയർ ഫ്രണ്ട്സ് ഒന്ന് ആലോചിച്ച് നോക്കുക, വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ മൊബൈലിൽ നമുക്ക് ആർ യു ഹാപ്പി എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ മാറി എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഒരു 15 വർഷം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങളാണ് ഇന്നൊരു സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്നത്. ഒരു 20 വർഷം മുമ്പ് 15 ദിവസം കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ ഇന്ന് സെക്കൻഡ്സിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മാറ്റം. ദെൻ ഇങ്ങനെ ഓരോ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ചേഞ്ചസുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. കമ്പ്യൂട്ടർ മേഖലയിൽ ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ആലോചിച്ച് നോക്കുക, ഒരു റൂമിന് അത്രയും വലിപ്പത്തിലായിരുന്നു കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞിട്ട് അതൊരു ഡെസ്ക്ടോപ്പിലേക്ക് മാറി, അത് അവിടെ നിന്ന് ചേഞ്ച് ചെയ്തു, അത് ലാപ്ടോപ്പിലേക്ക് മാറി. ഇന്ന് ജസ്റ്റ് ഒരു ഗ്ലാസ്, ഒരു വലിയൊരു ചേഞ്ച് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്. ജസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ടെക്നോളജിയിൽ എന്തും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ പണ്ട് പാസ്റ്റ് നമ്മളുടെ ഒരു ഷോപ്പിംഗ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊക്കെ നമ്മൾ പോയിട്ട് ഒരു ഷോപ്പിംഗ് മോളിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ ചെന്നിട്ട് നമ്മൾ കടകളിൽ പോയിട്ട് ഇത്തരത്തിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് പ്രസന്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറി. പണ്ട് കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊറിയർ, പണ്ട് കാലത്തല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് നാൾ വരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കൊറിയർ ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ പ്രസന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ട്രോൺസുകൾ ഏറ്റെടുക്കുകയാണ് കൊറിയർ ഒക്കെ. കാരണം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കൊണ്ടുവരണ്ട. ദാറ്റ് മീൻസ് ഒരു വ്യക്തിയുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുകയും അത് മെഷീൻസ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ട്രോൺസ് പോലുള്ള ടെക്നോളജി ഡിവൈസസ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. സോ പണ്ട് കാലത്ത് ടാക്സി സർവീസുകൾ ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടാക്സി സ്റ്റാൻഡുകളും അംബാസിഡർ കാറുകളും ഒക്കെ കാണാൻ സാധിക്കുമെങ്കിൽ ഇന്ന് അത് മാറി ഓല പോലുള്ള യൂബർ പോലുള്ള ടാക്സി സർവീസസ് ആയി. ഇൻട്രസ്റ്റിംഗ് തിങ്, ഈ ഓല അല്ലെങ്കിൽ യൂബർ പോലുള്ള കമ്പനികൾ അവരാർക്കും സ്വന്തമായിട്ട് ഒരു കാർ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ സ്വന്തമായിട്ട് ഒരു കാർ പോലും ഇല്ലാത്തൊരു വ്യക്തി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാർ സർവീസിന്റെ ടാക്സി സർവീസിന്റെ ഓണറായി മാറി എന്നുള്ളത് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാര്യം എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡ്രൈവർലെസ് കാർ ഇനി വരാൻ പോകുന്ന ഗൂഗിൾ പോലുള്ള കമ്പനികൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഡ്രൈവർലെസ് കാർ, ഡ്രൈവർ വേണ്ട, ജസ്റ്റ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിൽ നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ തന്നെ നമുക്ക് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള കാറുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സോ എല്ലാ മേഖലയിലും വരുന്ന പോലെ തന്നെ മാറ്റങ്ങൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും മാറിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും വന്നു. അത്തരത്തിൽ ഹെൽത്ത് കെയറിൽ പണ്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് നമ്മുടെ ബിപിയും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന, ഡയബറ്റിക്കും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ഡിവൈസ്, ഒരു വാച്ച് നമ്മൾ കയ്യിൽ നമ്മൾ റിസ്റ്റ് വാച്ച് പോലെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ബിപിയും അതല്ലെങ്കിൽ ഷുഗർ ലെവലും ഡയബറ്റിക് ലെവലും ഒക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ഡിവൈസിലൂടെ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ്.
സോ വെൽനസ് ഇന്ന് പണ്ട് കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടില് കണ്ടുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു 50 വർഷത്തിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ആവറേജ് ഏജ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ജീവിതം 70 വയസ്സ് വരെ ആണെങ്കിൽ 70 വയസ്സ് വരെ അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ ഇരിക്കാനും പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഒരു ലിവിങ് ലോങ് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു, ഡൈയിങ് ഷോർട്ട് എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുക, ഡൈയിങ് ലോങ് ആൻഡ് ലിവിങ് ഷോർട്ട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ ലിവിങ് ഷോർട്ട് ഡൈയിങ് ലോങ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി. കാരണം ജീവിക്കാൻ നമുക്ക് കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. കാരണം മേ ബി ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സാകുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, ഡയബറ്റിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിസീസുകൾ വരുന്നു. അതിനുശേഷം മെഡിസിന്റെ സഹായത്താൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. സോ ഇത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തിനെ തന്നെ തകർക്കുന്നു. അസുഖത്തോടുകൂടി ജീവിതകാലം മുഴുവൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഡയബറ്റീസിന് വേണ്ടി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് നമ്മൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ. സോ ദാറ്റ് ഈസ് കോൾഡ് ഇൽനെസ് ഇൻഡസ്ട്രി. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വെൽനസ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. സൗഖ്യം അല്ലെങ്കിൽ ആരോഗ്യം. ഇന്ന് ഇതിന് വളരെയേറെ റിലവൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഇന്ന് ഈ കോവിഡ് പോലുള്ള കാലഘട്ടത്തിൽ മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മളുടെ ലോകം തന്നെ പകച്ചു നിൽക്കുകയാണ്. ഈ കൊറോണ വൈറസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളതെന്ന് നമ്മൾ പകച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ശരിക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നത് നമ്മൾ മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാനിറ്റൈസിങ്, അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് യുവർ ഇമ്മ്യൂണിറ്റി, യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ കോവിഡിന്റെ റേഷ്യോ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവര് എന്താ ചെയ്യുക, എല്ലാം ഓപ്പൺ ആക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ വകയാണ്, നമ്മളുടെ കയ്യിലാണ്. നമ്മുടെ ഹെൽത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രോപ്പർട്ടിയാണ്. ഇത്രയും കാലം നമ്മൾ മറ്റാരുടെയോ ആണ് എന്ന് കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി. അത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, അത് ഈ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് അവർ ഹെൽത്ത് ആൻഡ് അവർ ഫാമിലീസ് ഹെൽത്ത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തേ പറ്റുള്ളൂ. അതിനാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ട് ആകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിവിങ് ലോങ്ങർ ആൻഡ് ഹെൽത്തിയർ ഇന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു 100 years ജീവിക്കാൻ സാധിക്കുക, അതും അസുഖങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ എത്ര ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? ഹലോ, ഓക്കെ. സോ നിങ്ങളിൽ പല ആൾക്കാരും ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിൽ പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ 1950 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 45 ആയിരുന്നുവെങ്കിൽ 2000s നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 60 ആയി. 2025 എത്തുമ്പോൾ അത് 75. ദാറ്റ് മീൻസ് നമ്മളുടെ 3-ൽ ഒരാൾക്ക് 100 years ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ, സൂമിൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മളിൽ പല ആൾക്കാരിലും 3-ൽ ഒരാൾക്ക് 100 years ക്രോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ലൈഫ് സ്പാൻ കൂടി. പക്ഷെ ചലഞ്ച് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്പാൻ ഉണ്ട്, പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഡിസീസുകൾ, നമ്മുടെ അസുഖാവസ്ഥയിൽ 100 വയസ്സിൽ ഇരിക്കാൻ ആർക്കും താല്പര്യപ്പെടുന്നില്ല. ആരോഗ്യത്തോടുകൂടി 100 വയസ്സിൽ വരെ നമുക്ക് ഉണ്ടെങ്കിൽ, അത് ആരോഗ്യത്തോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു പാർട്ടാണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതാണ്. ആരോഗ്യത്തോടുകൂടി നമുക്കൊരു 100 വയസ്സ് ലൈഫ് സ്പാൻ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന ആ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ള ഒരു സാധ്യതയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ വകയാണ്, നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ് നൗ. ഇന്നലെ വരെ നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ ലൈഫിന്റെ ഉത്തരവാദിത്വവും നമ്മുടെ ഹെൽത്തിന്റെ ഉത്തരവാദിത്വവും നമ്മുടെ ഫ്യൂച്ചറിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ചുറ്റുപാടുകളെ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് മുതൽ അത് വീണ്ടും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം ഈ കൊറോണ നമ്മളെ പഠിപ്പിച്ച പാഠം അതാണ്. അവനവന്റെ കാര്യമില്ല, അവന്റെ ഹെൽത്ത്, അവനവന്റെ ഫാമിലിയുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുകയും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്താൽ മാത്രമേ ഈവൻ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ സർവൈവൽ പോലും നമ്മളുടെ ഇനിഷ്യേറ്റീവ്, സെൽഫ് ഇനിഷ്യേറ്റീവിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സോ ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ് നൗ. സോ ഇവിടെ വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ നമ്മുടെ മുന്നിൽ തരുന്ന ഓപ്പർച്യൂണിറ്റി ഇന്ന് വേൾഡ്, ലോകം മുഴുവനും ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് വിന്നിംഗ് ടീം നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. സോ ഇന്ന് ഒരു ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, എ ടീം ഓഫ് മെന്റേഴ്സ് ആൻഡ് ടീം ഓഫ് ബിസിനസ് ട്രെയിനിങ് സിസ്റ്റം. ഇതാണ് ശരിക്കും വിന്നിംഗ് ടീം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഗ്ലോബൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു,
അതിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഇതുവരെ നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും സപ്പോർട്ടും തരുന്നതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് സിസ്റ്റവും ബിസിനസ് മെന്റേഴ്സും, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരെങ്ങനെ സക്സസ് ആയി എന്നുള്ള അവരുടെ സീക്രട്ട് പഠിപ്പിച്ചു തരല്ല, അവർ നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വിന്നിംഗ് ടീം. സോ ഇവിടെ ഒരു 3 ഓപ്ഷൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു ലെവൽ 1 ടൈം കമ്മിറ്റ്മെന്റ് 5 to 10 hours per week. നമുക്കൊരു വീക്കിലി ഒരു 5 മുതൽ 10 മണിക്കൂർ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പോലും ഒരു 3 to 6 months കൊണ്ട് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 per month എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. Then 5 to 10 hours per week, 9 to 12 months, approximately 1 lakh per month earn ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്നു. Then level 3, 10 to 20 hours per week, 2 to 3 years, approximately 8 to 10 lakhs per month ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വിന്നിംഗ് ടീം എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് തന്നെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക, ഞാനിപ്പോ ഈ കാണിച്ചതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഒരു റീസണെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇന്ന് എന്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എന്റെ പ്രസന്റേഷനിലെ ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഡ് തന്നെയാണ്. യുവർ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. നിങ്ങളുടെ പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്താണ്? സോ എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കരുതിയിരുന്ന, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായിട്ട് നിന്നിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ ലൈഫിൽ ഞാനൊരു ട്രഡീഷണൽ ബിസിനസ്സുകാരനായിരുന്നു. എനിക്ക് നിരവധി ബിസിനസ്സുകൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് എന്നും എന്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. സോ എന്നെ സംബന്ധിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വം എന്നുള്ളതായിരുന്നു. മേ ബി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കാം. എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തന്നെയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരുന്നത്. കാരണം ഞാൻ കണ്ട ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്റെ ജീവിതത്തിന്റെ ന്യായമായ ഏത് ആവശ്യങ്ങളും കടം മേടിക്കാണ്ട് ഒരു ലയബിലിറ്റി കൂടാതെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആവശ്യമായ സാമ്പത്തികം എനിക്ക് ഉണ്ടാവുക. ദാറ്റ് ഈസ് എന്റെ ഡെഫിനേഷൻ അതാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളത്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ഫാമിലിയിലെ എക്സ്പെൻസുകൾ അത് കൺസിസ്റ്റന്റ് ആണ്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ എക്സ്പെൻസുകൾ അവിടെ ഉണ്ടാവും. സോ ഞാൻ ഇല്ലെങ്കിലും ആ എക്സ്പെൻസുകൾ നടന്നു പോകണമെങ്കിൽ എനിക്കൊരു റെഗുലർ ഇൻകം ഉണ്ടായേ പറ്റുള്ളൂ. അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാനുള്ള റീസൺ. നിങ്ങളുടെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ ഇതിൽ നോക്കി കാണുക, നിങ്ങൾ അത് മനസ്സിലേക്ക് കൊണ്ടുവരാം. മേ ബി ഹാവ് യുവർ ഓൺ ബിസിനസ്, സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാന്നുള്ളതാവാം. മോർ സ്പെയർ ടൈം വിത്ത് ഫാമിലി, നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. പലർക്കും അത് ചിലപ്പോൾ സാധിക്കാറില്ല. നന്നായിട്ട് പൈസയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് പലപ്പോഴും അവരുടെ ലൈഫിൽ സമയം കിട്ടാറില്ല ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്. മേ ബി പേഴ്സണൽ ഡെവലപ്മെന്റ്, നിങ്ങൾക്കൊരു വ്യക്തിത്വ വികസനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, മീറ്റിംഗ് ന്യൂ പീപ്പിൾ, പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ലീവിംഗ് എ ലെഗസി, തലമുറകളിലേക്ക് ഓർക്കത്തക്ക വിധത്തിൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പാർട്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, മേ ബി 2 to 3 ആഫ്റ്റർ ജനറേഷൻസ്, നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് നമ്മുടെ ഫാദറിനെ, നമ്മുടെ പേരൻസിനെ അറിയാം, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ മേ ബി അറിയാം. ഗ്രാൻഡ് പേരൻസിന്റെ പേരൻസിനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇതിൽ എത്ര ആൾക്കാർക്ക് അറിയാൻ പറ്റും? നിങ്ങളുടെ ഒരു 3 മുകളിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ അറിയാവുന്ന എത്ര ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സോ പലപ്പോഴും നമുക്ക് അറിയാൻ സാധ്യതയില്ല. കാരണം എന്താ? പ്രത്യേകിച്ച് അവർ നമുക്കൊന്നും ചെയ്തു തന്നതായിട്ട് നമ്മുടെ ഓർമ്മയിലില്ല, അല്ലെങ്കിൽ അത്ര ഓർക്കത്തക്ക വിധത്തിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളും നിങ്ങളുടെ ലൈഫ് അങ്ങനെയാണോ ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ആഫ്റ്റർ ജനറേഷൻ നിങ്ങളെ ഓർക്കത്തക്ക വിധത്തിൽ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. എനി അച്ചീവ്മെന്റ്, നിങ്ങളുടെ ലൈഫിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിലും ദ അച്ചീവ്മെന്റ് ഫാക്ടർ കംസ് ഫ്രം ടൈം ആൻഡ് മണി. ഏത് നേട്ടം ഉണ്ടാക്കണമെങ്കിലും സമയവും പൈസയും കൂടിയേ തീരും. സമയവും പൈസയും ഇല്ലാതെ നമുക്ക് ഒരു അച്ചീവ്മെന്റ്സും നമുക്ക് നേടാനായിട്ട് സാധിക്കത്തില്ല. മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഫാക്ടർ വരാം. മേ ബി ചിലപ്പോൾ നേരിട്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് ബന്ധമില്ലായിരിക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ 2 കാര്യങ്ങളുടെ കുറവാണ് പല പ്രോബ്ലംസും നമ്മുടെ ലൈഫിൽ. ഒരുപക്ഷെ നമ്മൾക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും നോക്കുമ്പോൾ നേരിട്ട് നോക്കുമ്പോൾ പൈസയാണെന്ന് തോന്നില്ല, പക്ഷെ അത് ഇൻ ഡെപ്തിൽ നോക്കുമ്പോൾ മണി ഫാക്ടർ ആയിരിക്കാം, ചിലപ്പോൾ ടൈമിന്റെ ഫാക്ടർ ആയിരിക്കാം, സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളായിരിക്കാം ലൈഫിൽ ഉണ്ടാവുന്നത്. സോ ഏത് അച്ചീവ്മെന്റ് ഉണ്ടാവണമെങ്കിലും ഈ ടൈം ആൻഡ് മണി കൂടിയേ തീരൂ. ഈ ടൈം ആൻഡ് മണിയെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തിലെ 4 ക്വാഡ്രന്റ് ആയിട്ട് 4 തരത്തിലുള്ള ആൾക്കാരെ ലോകത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത് ഞാനല്ല ചെയ്തിരിക്കുന്നത്, ശരിക്കും ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഥർ ആയിട്ടുള്ള വ്യക്തിയാണ് റോബർട്ട് ടി കിയോസാക്കി. അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് പൂർ ഡാഡ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്.
ടൈം ആൻഡ് മണി ബേസ് ചെയ്തിട്ട് 4 ആയിട്ട് നമുക്ക് ലോകത്തിൽ ആൾക്കാരെ തിരിക്കാം. 1 എംപ്ലോയീസ്, 2 സെൽഫ് എംപ്ലോയി, 3 ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിശ്ചിതമായ ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഒരു ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്കൊരു സാലറി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് അവിടെ വെച്ചിട്ടുണ്ടാവും. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥ. ദെൻ സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്, ആർക്കിടെക്ട്സ്, ഇവരൊക്കെ തന്നെ സെൽഫ് എംപ്ലോയീസ് ആണ്. അവർക്കൊക്കെ തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ ടൈമിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണോ, അല്ലെങ്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണോ, അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോസ് അവർക്ക് നാളെ ഒരു ദിവസം, ഇപ്പോൾ ഒരു നല്ലൊരു സർജൻ ആണെങ്കിൽ പോലും, ഞാനൊരു നല്ല ഡോക്ടർ ആണ് അല്ലെങ്കിൽ നല്ലൊരു സർജൻ ആണ്, എനിക്കൊരു ആക്സിഡന്റ് ആയിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ, നാളെ എനിക്ക് സർജറി ചെയ്യാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ മേ ബി ലാസ്റ്റ് മന്ത് ഇൻകം 1 lakh 2 lakhs ആയിരിക്കാം. പക്ഷേ ഈ മാസം എന്റെ ഇൻകം എന്ന് പറയുന്നത് 0 ആയിരിക്കാം. കാരണം അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻകം എന്നുള്ളതാണ്. അതായത് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ആക്റ്റീവ് ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്, റൈറ്റ് ക്വാർട്ടറിൽ കാണാൻ സാധിക്കുന്നു. ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ ഒരു ബിസിനസ് അല്ല. നമ്മൾ ചെറിയൊരു പാന്റ് ഷോപ്പ് നടത്തുന്ന, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ, അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയും പറയുന്നത് ബിസിനസ് എന്നാണ്. പക്ഷേ റോബർട്ട് കിയോസാക്കി പറയുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ആ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് പിന്നെ തിരിച്ചു നോക്കേണ്ടാത്തൊരു അവസ്ഥയുണ്ട് എങ്കിൽ പോലും ആ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവണം. അവിടെ നിങ്ങൾക്ക് ഇൻകം റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് മന്ത് ആഫ്റ്റർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ബിസിനസ് സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ഓണർ എന്ന് പറയാൻ സാധിക്കുക. അതല്ല, നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടക്കുന്നുള്ളൂ, നമ്മളില്ല എങ്കിൽ ബിസിനസ് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ് പറയാൻ സാധിക്കുക. സോ അപ്പോ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ല, ബിസിനസ്സുകൾ ആണ് എങ്കിൽ അതൊരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ്സുകൾ ആയിരിക്കണം എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. ദെൻ 4ാമത്തെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകർ. ഇന്ന് നമ്മൾ കണ്ടാൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും നിക്ഷേപരായി കാണാറില്ല. സെൽഫ് എംപ്ലോയീസ് ആയിട്ട് തന്നെ നിക്ഷേപരായി കാണാറില്ല. ബിസിനസ് ഓണേഴ്സ് ആണ് മിക്കവാറും കൂടുതലും. വലിയ വലിയ ബിസിനസ് ഓണേഴ്സ് ആണ് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. മാത്രമല്ല ഈ റൈറ്റ് ക്വാർട്ടറിലുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് പാസീവ് ഇൻകം ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ, ലെഫ്റ്റ് ക്വാർട്ടറിലുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻകം ആണെങ്കിൽ, റൈറ്റ് ക്വാർട്ടറിലുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് പാസീവ് ഇൻകം ആണ്. ഓക്കെ, സോ ലോകത്തിലെ ജനസംഖ്യ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് 95% ആൾക്കാരും ആക്റ്റീവ് ഇൻകം ക്വാർട്ടറിലാണ്. ഓൺലി 5% പീപ്പിൾസ് മാത്രമാണ് പാസീവ് ഇൻകത്തിലുള്ളത്. നിങ്ങൾ ഇന്നിപ്പോ ഇതിൽ ഏത് ക്വാർട്ടറിലാണെന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ്. നിങ്ങൾ ഇന്ന് ഈ ഒരു ലെഫ്റ്റ് ക്വാർട്ടറിൽ നിന്നും റൈറ്റ് ക്വാർട്ടറിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ന് വിന്നിംഗ് ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വെൽക്കം കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നത് വെസ്റ്റീജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമാണ്. അതിനു മുമ്പ് എന്താണ് ഈ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നോർമലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അത് നമ്മൾ അറിയപ്പെടുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരു 100 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുവെങ്കിൽ ആ 100 രൂപ കൊടുത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ MRPയിൽ ആക്ച്വലി നമ്മൾക്ക് കൊടുക്കുന്നത് MRP ആണ്. പക്ഷെ ആ കടക്കാരന് കിട്ടുന്നത് MRPക്ക് ആയിരിക്കില്ല, മേ ബി 95 റുപ്പീസിനായിരിക്കും. ആ കടക്കാരന് കിട്ടിയിരിക്കുന്നത് ഒരു ഹോൾസെയിലറുടെ നിന്നായിരിക്കും, ആൾക്ക് കിട്ടിയ 90 റുപ്പീസിനായിരിക്കാം. സോ അങ്ങനെ വരുമ്പോൾ ഒരു മാനുഫാക്ചറർ ആക്ച്വലി ആ പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത് 40 റുപ്പീസിനായിരിക്കും. ദാറ്റ് മീൻസ് 40% മാത്രമാണ് ഒരു മാനുഫാക്ചർക്ക് കിട്ടുന്നത്. ബാക്കി 60% പോകുന്നതും ഡിസ്ട്രിബ്യൂട്ടേഷനും അഡ്വർടൈസ്മെന്റിനും വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഈ 60% ഇന്ന് പരസ്യങ്ങൾക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനും വേണ്ടി മാറുമ്പോൾ 100 രൂപ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് 40 രൂപ മാത്രമേ കമ്പനിക്ക് കിട്ടുന്നുള്ളൂ. ദാറ്റ് മീൻസ് വാല്യൂ ഫോർ മണി. നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനുള്ള ഒരു ഉൽപ്പന്നമാണോ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ ഒരു മേഖലയിൽ നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് ബെനിഫിഷ്യറീസ്? ഒന്ന്, മാനുഫാക്ചർ ക്യാൻ മേക്ക് മണി. കാരണം അവർ ഹ്യൂജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, അതുകൊണ്ട് അവർക്ക് ആ ഇൻകം കിട്ടുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ക്യാൻ മേക്ക് മണി. കാരണം അവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്നു, അവർക്ക് അതിന്റെ പൈസ കിട്ടും. ദെൻ അഡ്വർടൈസ്മെന്റിലുള്ള ആൾക്കാർക്ക് പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന് പൈസ കിട്ടുന്നു ത്രൂ അഡ്വർടൈസ്മെന്റ്. പക്ഷേ ദ ലാസ്റ്റ് പാർട്ട്, കസ്റ്റമറിന് എന്ത് കിട്ടി എന്നുള്ളത് നോക്കുക. കസ്റ്റമറിന് എന്താണ് കിട്ടിയ ബെനിഫിറ്റ്? കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം 100 രൂപ കൊടുത്തു ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വേറെ യാതൊരുവിധ സാമ്പത്തിക മെച്ചവും കിട്ടിയില്ല എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ് കൺസ്യൂമർ എംപവർമെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി? കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ മാനുഫാക്ചറർ ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്, പക്ഷേ മീഡിയേറ്റേഴ്സ് ഇല്ല. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിനെയും അഡ്വർടൈസ്മെന്റിനെയും റീപ്ലേസ് ചെയ്ത് കസ്റ്റമർക്ക് നേരിട്ട് പ്രൊഡക്റ്റ് എത്തിച്ചേരുന്നു. വെൽക്കം ടു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. സോ എന്താണ് ആക്ച്വലി നമ്മൾ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിൽ ആക്ച്വലി നമ്മൾ എന്താണ് ചെയ്യുക? സിമ്പിൾ തിങ്, ചേഞ്ച് യുവർ ഷോപ്പ്.
നമ്മൾ ഇതുവരെ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പർച്ചേസിംഗ് പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും നമ്മളുടെ ഈ ഒരു കൺസ്യൂമർ എംപവർമെന്റ് പാർട്ട് ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് യൂസ് ആൻഡ് ഷെയർ ദ പ്രൊഡക്റ്റ്. യൂസ് ആൻഡ് ഏൺ. സോ ഇന്ന് നമുക്കറിയാം, നോർമലി നമ്മളുടെ ഒരു എക്സ്പെൻഡിച്ചേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് നിർബന്ധിതമായി നമ്മൾ എല്ലാ മാസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ചെലവുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടൂത്ത് പേസ്റ്റ് എല്ലാ മാസവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ വാങ്ങുന്നുണ്ട്, എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. സോപ്പ്, ഡിറ്റർജന്റ്, ഡിഷ് വാഷർ, ഫ്ലോർ ക്ലീനർ, ഹാൻഡ് വാഷ്, ഹെയർ ഓയിൽ, ഷാംപൂ, കണ്ടീഷണർ, ടീ, കോഫി, കുക്കിംഗ് ഓയിൽ, ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസ്, ഇതെല്ലാം തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ഡേ ടു ഡേ യൂസിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ്. സോ ഇതൊക്കെ നമ്മളുടെ നിർബന്ധിതമായിട്ടുള്ള എക്സ്പെൻസസ് ആണ്. സോ ഈ എക്സ്പെൻസിനെ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ തരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് മെച്ചം? അവിടെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇതുവരെയുള്ള നമ്മുടെ എക്സ്പെൻസുകളിൽ ഒരു പൈസ നമുക്ക് കിട്ടിയിട്ടില്ല, അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ പർച്ചേസ് ഒന്ന് മാറുന്നു, ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, അതുവഴി നമ്മളുടെ വീട്ടിലേക്ക് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഏരിയ ഞാൻ പറഞ്ഞു, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഹെൽത്ത്. സോ ഇവിടെ വെസ്റ്റീജ് എന്ന ഓർഗനൈസേഷൻ നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആരോഗ്യത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു അവസരമാണ്. അപ്പൊ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സോ ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫുഡ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റ് നമുക്ക് 3 നേരം അല്ലെങ്കിൽ നമ്മൾ മേ ബി ചിലപ്പോൾ 4 നേരം ഒക്കെ കഴിക്കാനുള്ള വകയുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നുണ്ടാവും. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല, ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കിട്ടാൻ സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് എന്നെ കേൾക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമുക്ക് ഭക്ഷണത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, ഭക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഉണ്ടായിരുന്ന ഒരു മിസ്സിംഗ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മിസ്സിംഗ് എലമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ ഫുഡിലുള്ള ന്യൂട്രിയൻസ് നമ്മൾക്ക് മിസ്സിംഗ് ആയി എന്നുള്ളതാണ്. പണ്ട് നമുക്ക് ഒരു നേരമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, പക്ഷെ ആ ഒരു നേരം കഴിച്ച ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. മാത്രമല്ല അവിടെ നമുക്ക് വേറെ വേണ്ടാത്ത ചില സാധനങ്ങൾ, പോയിസൺ അല്ലെങ്കിൽ വേറെ മറ്റ് കെമിക്കലുകൾ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് വേണ്ടാത്ത സംഗതികളാണ് നമ്മളുടെ ഭക്ഷണത്തിലേക്ക് വരുന്നു, വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്. സോ അവിടെയാണ് നമുക്ക് വെസ്റ്റീജ് നമ്മളുടെ മുന്നിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ്, ഹെൽത്ത് സപ്ലിമെന്റ്സ്, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ്. ഈ ഒരു കാറ്റഗറി എന്ന് നോക്കുകയാണെങ്കിൽ വളരെയേറെ റിലവൻസ് ഉള്ള ഒരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പോലും, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് അതോറിറ്റീസ് എല്ലാം നമ്മളോട് പറയുന്നത് സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി എന്നുള്ളതാണ്. നമ്മൾ സുരക്ഷിതരായിരിക്കുക, ആരോഗ്യവാനായിരിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ ആരോഗ്യത്തിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. വെറുതെ ഇരുന്നാൽ ആരോഗ്യം ഉണ്ടാവില്ല. സോ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് വ്യായാമം, എക്സസൈസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫുഡിൽ തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല എങ്കിൽ അവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. ഒന്നാലോചിച്ചൊക്കെ, ഇപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാരാണ് ഇന്ന് നിങ്ങൾ നെല്ലിക്ക കഴിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ചീര കഴിച്ച എത്ര ആൾക്കാരുണ്ട്? കാരണം നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി, ആന്റി ഓക്സിഡന്റ് ആണ്. ചീര എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ശരീരത്തിൽ ക്യാരി ചെയ്യുന്നതും ഈവൻ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഘടകമാണ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ എത്ര ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ഡെയിലി ഫുഡിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം റെഗുലർ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സോ അവിടെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് കോൾഡ് എ ന്യൂട്രീഷണൽ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ്, ഇപ്പൊ വെസ്റ്റീജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സപ്ലിമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആംല, നെല്ലിക്കയുടെ എക്സ്ട്രാക്ട് ആണ്. അതുപോലെ അലോവേര, കറ്റാർ വാഴ, ദെൻ അയൺ ഫോളിക്, നമുക്ക് ചീര കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ അയൺ നമുക്ക് ഇവിടെ ക്യാപ്സൂൾ ഫോമിലായിട്ട് സപ്ലിമെന്റ് രൂപത്തിൽ നമുക്ക് കമ്പനി തരുന്നു. ദെൻ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ജോയിന്റ് ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള A to Z സപ്ലിമെന്റ്സ് ഇവിടെ നമുക്ക് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബെസ്റ്റ് ഡീൽ. ബെസ്റ്റ് ഡീൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഇന്ന് ഓൺലൈൻ ബിസിനസ്സുകളുടെ കാലഘട്ടമാണ്. സോ ഓൺലൈൻ ബിസിനസ്സിൽ ഏറ്റവും നമുക്കറിയാം ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പല പ്ലാറ്റ്ഫോംസുകളും നമുക്കറിയാം. പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ആലോചിക്കാം. നമ്മൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ള അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും വലിയ റോളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഈ ബെസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞ ആപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ
അതർ പ്രൊഡക്ട്സുകൾ, മൊബൈൽ ഫോൺസ്, ജ്വല്ലറി, കിച്ചൺ സെറ്റ്, അല്ലെങ്കിൽ ഷൂസ്, ഫാഷൻ, ഗ്രോസറി, നമുക്ക് ആവശ്യമായിട്ടുള്ള അതർ പ്രൊഡക്ട്സുകൾ, വെസ്റ്റീജിന്റെ ഓൺ പ്രൊഡക്ട്സുകൾ 400+ പ്രൊഡക്ട്സ് ഉണ്ട്. അതുകൂടാതെ ഏകദേശം 1000+ പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ബെസ്റ്റ് ഡീൽ. സോ ഇതെല്ലാം തരുന്ന ഒരു ഗ്ലോബൽ ബിസിനസ് പ്ലാറ്റ്ഫോം ആണ് വെസ്റ്റീജ്. വെസ്റ്റീജിനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റീജിന്റെ വിഷനും മിഷനും വളരെ പവർഫുൾ ആണ്. ടു പീപ്പിൾ ലീവ് എ ലൈഫ് ഡിഗ്നിറ്റി ആൻഡ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഓൺ ദെയർ ഓൺ ടേംസ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ എക്കണോമിക്കൽ ഇൻഡിപെൻഡൻസിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ അവരുടെ മിഷൻ നോക്കുകയാണെങ്കിൽ ടു ഗ്രോ ടു എ ഗ്ലോബൽ സ്കെയിൽ ആൻഡ് ബിക്കം ദ ബെഞ്ച് മാർക്ക് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് വെസ്റ്റീജ് മാറിക്കഴിഞ്ഞു. ഓക്കെ, അത് ലോകത്തിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. അതിന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഗ്ലോബൽ 100 കമ്പനീസ് എടുത്താൽ, ഗ്ലോബൽ 100 കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റീജ് ഒരു 3 years ബാക്ക് നോക്കുകയാണെങ്കിൽ 92ാമത്തെ പൊസിഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 63 ആയി. ഇപ്പൊ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ, ലാസ്റ്റ് മാർച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 30ാമത്തെ പൊസിഷൻ, 30th പൊസിഷനിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത്? വെസ്റ്റീജ് എന്ന കമ്പനിയുടെ ഈ ഒരു ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ എവറി ഇയർ ഗ്രോത്ത് ആണ്. ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 79% ഗ്രോത്ത് റേഷ്യോ കാണിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ആൻഡ് അഫോർഡബിൾ പ്രൈസ് എന്നുള്ളതാണ് ഈ ഒരു വെസ്റ്റീജിന്റെ ഈ ഒരു ഗ്രോത്തിന്റെ സീക്രട്ട്. ദെൻ ഇന്റർനാഷണൽ പ്രസൻസ്. ഇന്ന് വെസ്റ്റീജ് ഏകദേശം 9-ലധികം രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഔട്ട്ലെറ്റ്സ് നോക്കുകയാണെങ്കിൽ ദുബായ് ഓഫീസ്, അതുപോലെ തന്നെ ബഹ്റൈൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, നിരവധി രാജ്യങ്ങൾ, ഏകദേശം 9, ഘാന, തായ്ലൻഡ്, 9ഓളം രാജ്യങ്ങളിൽ ഓൾറെഡി വെസ്റ്റീജ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ മാനുഫാക്ചറിങ്. വെസ്റ്റീജ് എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രൊഡക്ട്സ് തന്നെയാണ്. പ്രൊഡക്ട്സിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് ഇന്റർനാഷണലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ചില സർട്ടിഫിക്കേഷൻസ്, ഹലാൽ സർട്ടിഫിക്കേഷൻസ്, GMP, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, ISO സർട്ടിഫിക്കേഷൻസ്, ഇത്തരത്തിലുള്ള നിരവധി സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണ്, നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണ്. ഇന്ന് ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ 14+ കാറ്റഗറിയിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സുകൾക്ക് പുറമെ ഷാർപ്പ് പോലുള്ള എയർ പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ പോലുള്ള ബ്രാൻഡുകളുമായിട്ട് നമ്മൾ ഓൾറെഡി ടൈപ്പിലാണ്. അത്തരത്തിലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളും നമ്മൾ വെസ്റ്റീജിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. വെസ്റ്റീജിന്റെ ഓൺ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളാണ് മിസ്റ്റർ ഓഫ് മിലാൻ, അഷ്യൂർ, അയുസാന്തെ, ട്രൂമാൻ മെൻസ് ഗ്രൂമിംഗ് പ്രൊഡക്ട്സുകൾ, ദെൻ മിസ്റ്റർ ഓഫ് മിലാൻ കളർ കോസ്മെറ്റിക്സ്, ട്രൂമാൻ ജെൻസ് ഗ്രൂമിംഗ് പ്രൊഡക്ട്സുകൾ, അങ്ങനെയുള്ള നിരവധി കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ ഡീൽ ചെയ്യുന്നു. ബെനിഫിറ്റ്സ് ഓഫ് എ വെസ്റ്റീജ് കസ്റ്റമർ. വെസ്റ്റീജ് കസ്റ്റമർ ആയാൽ എന്താണ് ബെനിഫിറ്റ്? ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1, നിങ്ങളുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ആ ഷോപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാൻ, ഒരു മന്ത്ലി ഒരു 3000 റുപ്പീസിന്റെ പർച്ചേസ് നമ്മളുടെ വീട്ടാവശ്യത്തിന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഒരു 100 months നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറൌണ്ട് 3 lakhs റുപ്പീസിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങിച്ചു. ഇതുവരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് വഴി, നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് വഴി വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ബെനിഫിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0. ബട്ട് സപ്പോസ് അത് വെസ്റ്റീജിലായിരുന്നുവെങ്കിൽ 3000 റുപ്പീസിന്റെ പ്രൊഡക്ട്സ് തന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് വാങ്ങുന്നു ത്രൂ വെസ്റ്റീജ്. 100 months നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് വെസ്റ്റീജിലൂടെ ആണെങ്കിൽ അവിടെയും നമ്മുടെ കാൽക്കുലേഷൻ 3 lakhsന്റെ പ്രൊഡക്ട്സ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്ട്സ് വാങ്ങാൻ സാധിക്കുമായിരുന്നു. ദാറ്റ് മീൻസ് 60,000 റുപ്പീസ് നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. 60,000 രൂപയാണ് നമ്മൾ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ അത് വെസ്റ്റീജിലൂടെ ആയിരുന്നു എങ്കിൽ, സോ ഇത് അറിഞ്ഞതിന് ശേഷം ഇനിയും നമ്മൾ അത് മിസ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് സ്വയം ചോദിക്കുക. സോ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ബെനിഫിറ്റ്സ് ആണ് ബി സ്മാർട്ട് ബൈ സ്മാർട്ട്. നമ്മളൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു കസ്റ്റമർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിരവധി ബെനിഫിറ്റ്സുകളുണ്ട്. ഒന്ന്, 10 to 20% ഡിസ്കൗണ്ടിൽ പ്രൊഡക്ട്സ് വാങ്ങാം. കൂടാതെ കൺസിസ്റ്റൻസി ഓഫറിലൂടെ നിങ്ങളുടെ വീട്ടാവശ്യത്തിലുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങുമ്പോൾ 4 months വാങ്ങുമ്പോൾ എവറി 4 months കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5th monthൽ 2500 റുപ്പീസ് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കമ്പനി തരുന്നു. MRP നോക്കുകയാണെങ്കിൽ അറൌണ്ട് 3000 റുപ്പീസ്. 3000 രൂപയുടെ പ്രൊഡക്റ്റ് MRP, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് നോക്കുകയാണെങ്കിൽ 2500 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ. ഓക്കെ, സോ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് ഒരു 10 to 20%. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ റീപർച്ചേസ് ഓഫർ 10%. ദെൻ ഒരു ക്യാഷ് ബാക്ക് 5 to 11%.
Then consistency offer. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 2500 rupeesന്റെ products every 4 months complete ചെയ്യുമ്പോൾ ലൈഫ് ലോങ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ആണ്. സോ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്താൽ 50% ആണ് ആസ് എ കസ്റ്റമർ വെസ്റ്റീജിന്റെ ഒരു കസ്റ്റമറിന് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50%. ദാറ്റ് മീൻസ് നമ്മളുടെ പേസ്റ്റിന്റെ വില 100 gram പേസ്റ്റിന്റെ വില MRP നോക്കുകയാണെങ്കിൽ ഇന്ന് ഇതേ ക്വാളിറ്റി ഉള്ള മാർക്കറ്റിൽ ഒരു പേസ്റ്റിന് നോക്കുകയാണെങ്കിൽ 100 rupees എങ്കിലും കൊടുക്കണം. വെസ്റ്റീജിന്റെ പേസ്റ്റ് നോക്കുകയാണെങ്കിൽ 100 grams-ന് 75 rupees ആണ് MRP. അത് നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റമർ ബെനിഫിറ്റോട് കൂടി രജിസ്റ്റേർഡ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ 50%, 75ന്റെ പകുതി 37 rupees മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുമ്പോൾ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഒരു കസ്റ്റമർ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. സോ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ആളെ പരാജയപ്പെടുത്തിയാണ് പലപ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു വിൻ വിൻ പോളിസി. മറ്റൊരാളെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിൻ വിൻ പോളിസി. സോ അത്തരത്തിൽ നമ്മളുടെ ഒരു പർച്ചേസിംഗ് പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം ആയിട്ട് 7 ways ഓഫ് ഇൻകം ആണ് വെസ്റ്റീജ് ഓഫർ ചെയ്യുന്നത്. Number 1, savings on consumption 10 to 20%, 10 മുതൽ 20%. Then performance bonus 5 to 11%. Then director bonus 4%, business building bonus 14%, leadership overriding bonus 16%, travel fund 5%, car fund 5%, house fund 3%, elite club bonus 2%. So ഇത്തരത്തിൽ 9 type of bonus ആണ് നമുക്ക് കമ്പനി ഓഫർ ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്പർ 1 നിങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നത് വെസ്റ്റീജുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ വിന്നിംഗ് ടീം എന്നൊരു ട്രെയിനിങ് ഓർഗനൈസേഷൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡേഴ്സും ഒരു വലിയ ഒരു ഓർഗനൈസേഷനും ഇന്ന് ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആണിത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഗ്രേറ്റ് ലീഡേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ദെൻ നിങ്ങൾക്ക് ഒരു സ്പോൺസർ ഉണ്ടാവും. എന്താണ് സ്പോൺസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും നിങ്ങൾക്ക് വേണ്ട അഡ്വൈസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇതിനകത്ത് സ്പോൺസർ ചെയ്യുന്നുണ്ടാവുക. സോ അദ്ദേഹം അടങ്ങുന്ന അങ്ങനെ ഒരു 3 ഓർഗനൈസ് അല്ലെങ്കിൽ 3 സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. സോ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ബോണസ് 5 to 11%, 5 മുതൽ 11%. ഇതിനകത്തൊരു PV എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഒരു PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 30 rupees ആണ്. ദുബൈയിലാവുമ്പോൾ 2 dirhams വരും. ഓരോ രാജ്യത്ത് അത് ഓരോ വാല്യൂസിൽ മാറുന്നുണ്ടാവും. പക്ഷെ 1 PV എന്ന് പറയുന്നത് 5% ആണ് നമുക്ക് അതിന്റെ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ബോണസ് കിട്ടുക. 1 PV to 599 PV വരെ നമുക്ക് 5% ആണ്. 600 PV വരെ മുതൽ 8% ആണ്. 2400 PV മുതൽ 10% ആണ്. 5500 plus PV ആണെങ്കിൽ 11% ആണ്. സോ ഈ 11% 5500 PV എന്ന് പറയുമ്പോൾ റുപ്പീസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൌണ്ട് ഒരു 1.5 lakhs മുകളിൽ ബിസിനസ് വരും. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വഴി നടക്കുന്ന ആ കസ്റ്റമർ കൺസംഷൻ വഴി പ്രൊഡക്റ്റ് യൂസേജ് വഴി ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്തുമ്പോൾ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ 11% നമ്മൾ എത്തുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ടാവും, ബ്രോൺസ് ഡയറക്ടർ. കൂടാതെ ഇതിനകത്ത് 9 type ഓഫ് റെക്കഗ്നിഷൻ ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ലെവലാണ് ബ്രോൺസ് ഡയറക്ടർ, ദെൻ സിൽവർ ഡയറക്ടർ, ഗോൾഡ് ഡയറക്ടർ, സ്റ്റാർ ഡയറക്ടർ, ഡയമണ്ട് ഡയറക്ടർ, ക്രൗൺ ഡയറക്ടർ, യൂണിവേഴ്സൽ ക്രൗൺ, ഡബിൾ ക്രൗൺ ആൻഡ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഈ 9 പൊസിഷൻ വരെ നിങ്ങൾക്ക് കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ ഫംഗ്ഷൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ അവാർഡ് നൈറ്റ് ഒക്കെ നടക്കുന്ന പോലത്തെ രീതിയിലുള്ള വലിയ ഫംഗ്ഷൻസിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളെ റിവാർഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി വിന്നിംഗ് ടീമിന്റെ ആ റെക്കഗ്നിഷൻ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ പാർട്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ബ്രോൺസ് ലെവൽ മുതൽ നിങ്ങൾ ഓരോ പാർട്ട് നിങ്ങൾ പ്രൊമോട്ടഡ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ റെക്കഗ്നിഷൻ ഇൻകത്തിന് പുറമെ ഹെൽത്തിന് പുറമെ നമുക്ക് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് റെക്കഗ്നിഷൻ. സോ എങ്ങനെ നമുക്കൊരു ബ്രോൺസ് ഡയറക്ടർ ആവാം? നിങ്ങൾ എന്നാണോ 5500 PV എത്തുന്നത് അന്ന് നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആവും. ആ സമയത്ത് അഡീഷണൽ ആയിട്ടൊരു 4% ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഡയറക്ടർ ബോണസ്. കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 4% ആയിരിക്കും അതിനുവേണ്ടി മാറ്റിവെക്കുക. അതിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിന്റെ ഒരു വിഹിതം നമ്മൾ ചെയ്ത ബിസിനസിനനുസരിച്ചിട്ട് ഒരു ഷെയർ നമുക്ക് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. ദെൻ സിൽവർ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 5500 PV അല്ലെങ്കിൽ സിംഗിൾ മന്തിൽ 4500 PV എത്തുന്ന ഒരു ബ്രോൺസ് ഡയറക്ടർ നമ്മളുടെ ടീമിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൻസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പൊസിഷനാണ് സിൽവർ ഡയറക്ടർ. ആ സമയത്ത് നമുക്ക് LOB ബിസിനസ് ബിൽഡിംഗ് ബോണസ് 14%, കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 14%. അതായത് ഇപ്പോൾ 100 crores ആണ് ടേൺ ഓവർ എങ്കിൽ അതിന്റെ 14%, 14 കോടി കമ്പനി അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബിസിനസിന് ആനുപാതികമായിട്ടൊരു എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. ദെൻ LOB ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ്
16%. നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് 16 കോടി രൂപ. ഇപ്പൊ കമ്പനിയുടെ ആവറേജ് ടേൺ ഓവർ ഒരു 250 crores ആണ്. ഒരു 200 crores നോക്കിയാലും ഏകദേശം നമുക്കൊരു 32 കോടി രൂപയാണ് LOBക്ക് വേണ്ടി കമ്പനി എല്ലാ മാസവും മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ട്രാവൽ ഫണ്ട്, വർഷത്തില് ഒരു ഫോറിൻ ട്രിപ്സ്, 2 ഫോറിൻ ട്രിപ്പ് ഉണ്ട്. അതിൽ സിൽവർ ലെവലിൽ നമുക്ക് ഒരു ഫോറിൻ ട്രിപ്പിന് പോകാനുള്ള ഒരു എലിജിബിലിറ്റി കിട്ടുന്നുണ്ടാവും. ദെൻ ഇത്തരത്തില് ട്രാവൽ ഫണ്ടിലൂടെ നിരവധി രാജ്യങ്ങൾ, ഇതൊക്കെ ഞാൻ വെറുതെ പടങ്ങൾ കാണിച്ചിരിക്കുകയല്ല, ഓൾറെഡി വെസ്റ്റീജിലൂടെ നിരവധി ആൾക്കാർ എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പുകളാണ്, അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ ട്രിപ്പുകൾ. ദെൻ ഗോൾഡ് ഡയറക്ടർ. ഗോൾഡ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ 2 ബ്രോൺസ് ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന ഒരു അച്ചീവ്മെന്റ്, ഒരു ടൈറ്റിലാണ് ഗോൾഡ് ഡയറക്ടർ. ആ സമയത്ത് നമുക്ക് അടുത്ത ബെനിഫിറ്റുകളിൽ എലിജിബിൾ ആവുന്നുണ്ടാവും. ദെൻ സ്റ്റാർ ഡയറക്ടർ. സ്റ്റാർ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് സ്റ്റാർ ഡയറക്ടർ. സ്റ്റാർ ഡയറക്ടർ സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കൂടി കിട്ടുന്നുണ്ട്. അതായത് കാർ ഫണ്ട്, ഒരു കാർ നിങ്ങൾക്ക് വാങ്ങാം. അതിന്റെ മന്ത്ലി EMI അറൌണ്ട് 80,000 rupees പെർ മന്ത് വരെ, 80,000 രൂപ വരെ നമുക്കൊരു മന്ത്ലി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാർ ഡയറക്ടർ. ദെൻ ഇന്ന് ഇത് നടക്കുമോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് നമ്മൾ ഒരിക്കലും സമയം കളയേണ്ട. കാരണം ഇന്ന് ഏകദേശം 400+ ലക്ഷറി കാർ അച്ചീവേഴ്സും 1000+ കാർ അച്ചീവേഴ്സ് ഓൾറെഡി വെസ്റ്റീജിൽ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഡയമണ്ട് ഡയറക്ടർ. നമുക്ക് ഈ ഡയമണ്ട് പൊസിഷനിൽ അടുത്തൊരു ട്രിപ്പും കൂടി എക്സ്ട്രാ എലിജിബിൾ ആവുന്നുണ്ടാവും. ഒരു യൂറോപ്യൻ ട്രിപ്പും കൂടി കിട്ടുന്നുണ്ടാവും. ഇന്ന് നിരവധി ആൾക്കാർ വെസ്റ്റീജിലൂടെ എവറി ഇയർ, ഇപ്പൊ ഈ കൊറോണ സമയം ഒഴിച്ചാൽ എവറി ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഫോറിൻ ട്രിപ്പിന് പോകുന്ന നിരവധി ആൾക്കാർ ഓൾറെഡി ഈ ഒരു ട്രിപ്പില് ഇതിലൂടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് ഇപ്പൊ 3 years കഴിഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ ഞാൻ സ്പെയിനിൽ പോകാനുള്ള ഭാഗ്യം കിട്ടി. സെക്കൻഡ് ഇയർ ജർമ്മനി, തേർഡ് ഇയർ ലാസ്റ്റ് ഇയർ ഞാൻ പോയത് വിത്ത് ഫാമിലി സൗത്ത് ആഫ്രിക്കയ്ക്കായിരുന്നു. സോ ഇത്തരത്തിലുള്ള ഫോറിൻ ട്രിപ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ഇതിനകത്തുണ്ട്. ദെൻ ക്രൗൺ ഡയറക്ടർ. ക്രൗൺ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ബ്രോൺസ് ഡയറക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൊസിഷനാണ് ക്രൗൺ ഡയറക്ടർ. ഈ സമയത്ത് നമ്മളുടെ ഹൗസ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അറൌണ്ട് 3% അഡീഷണൽ നമുക്ക് ഹൗസ് ഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഡ്രീം ഹോംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ഒരു ഹൗസ് ഫണ്ട് ആയിട്ട് ഇത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ദെൻ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. 8 ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. 12 ഓർഗനൈസേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ. ഇന്ന് ഇന്ത്യയിൽ നിരവധി അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഹയസ്റ്റ് ലെവലാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇന്ന് നമുക്ക് മലയാളത്തിലെ ഈ ഒരു പ്രസന്റേഷൻ, നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ ഇത്തരത്തിൽ CEO മീറ്റിംഗ് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, നിരവധി ലാംഗ്വേജസിൽ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അഭിമാനിക്കാം. നമുക്കും ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, കമ്പനിയുടെ ഹയസ്റ്റ് ടോപ്പ് റാങ്കിലുള്ള 2 ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ഇന്ന് കേരളത്തിലുണ്ട്. 1 മിസ്റ്റർ ജ്യോതിഷ് കുമാർ, 1 മിസ്റ്റർ MB ഭാരതൻ. 2 പേരും നമ്മളുടെ മുന്നിൽ റോൾ മോഡലായി കേരളത്തില് ഇതൊക്കെ പോസിബിൾ ആണ് എന്നുള്ളത്. കാരണം ഈ 2 പേരുടെയും സക്സസ് കാണുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇഫ് വൺ മാൻ ക്യാൻ ഡു ഇറ്റ് എനിബഡി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. ഇവിടെ 2 ആൾക്കാർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ബൈ പ്രൊഫഷൻ സയന്റിസ്റ്റ് ആണ് ജ്യോതിഷ് കുമാർ സർ. അദ്ദേഹത്തിന്റെ ജോലി VRS എടുത്തിട്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോപ്പ് പൊസിഷൻ ഡബിൾ യൂണിവേഴ്സൽ ക്രൗണിലേക്ക് എത്തി. അനദർ പേഴ്സൺ MB ഭരതൻ. അദ്ദേഹത്തിനെ ഞങ്ങൾ ഭരതേട്ടാന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഇന്ന് അദ്ദേഹം ഒരു റിട്ടയർഡ് തഹസിൽദാറാണ്. 71ാമത്തെ വയസ്സിൽ ടോപ്പ് പൊസിഷൻ എത്താമെന്ന്, ആർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉള്ള പ്രൂവൺ ആയിട്ടുള്ള ഒരു ലീഡറാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ MB ഭരതൻ. അപ്പോ അത്രയും വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കേരളത്തിൽ ഈ ഒരു വെസ്റ്റീജിലൂടെ നമ്മൾ വിന്നിംഗ് ടീമിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 8%, അതായത് ഒരു 282 PV നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യ പ്രൊഡക്ട്സ് അറൌണ്ട് ഒരു 5,000 ഒരു 10,000 റുപ്പീസിനകത്തുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട്, കാരണം ഇന്ന് വെസ്റ്റീജിന്റെ 400 പ്രൊഡക്ട്സ് വാങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടി വരും. മേ ബി നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങിയാലും ഓരോ പീസ് വാങ്ങിയാൽ പോലും ചിലപ്പോൾ 1.5 ലക്ഷം തികയില്ല. അത്രയും റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇന്ന് വെസ്റ്റീജിനുണ്ട്. അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു 8% സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചുകൊണ്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ ബിൽഡ് എ ഗ്ലോബൽ ബിസിനസ്. യു നീഡ് ഗ്ലോബൽ പ്ലാറ്റ്ഫോം പ്ലസ് എഡ്യൂക്കേഷൻ സിസ്റ്റം.
ഇന്ന് ആ ഗ്ലോബൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് വെസ്റ്റീജ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹൗ ടു ബിൽഡ്, എങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആകും എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ, നമ്മളെ ആ ലെവലിലേക്ക് എത്തിക്കാൻ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊരു ഇന്റർനാഷണൽ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ട്രാൻസ്ഫോർമേഷൻ ഓർഗനൈസേഷൻ ആണ്. കാരണം ഇന്ന് ഇത്തരത്തിലുള്ള വലിയ വലിയ ഈവന്റ്സിലാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഗ്രേറ്റ് വെണ്ടർ വിന്നിംഗ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള SP ബെർല ആൻഡ് സന്ധ്യ മാഡം അവർ നയിക്കുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഇന്ന് ഗ്ലോബലി നിരവധി ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അഭിമാനിക്കാം. ഇതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഇതിന്റെ വളരെ വൺ ഓഫ് ദ കീ പേഴ്സൺ, നമ്മളുടെയൊക്കെ വളരെ മോട്ടിവേറ്റർ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രെയിനർ, ഓതർ ആയിട്ടുള്ള വെസ്റ്റീജിന്റെ അംബാസിഡർ ആയിട്ടുള്ള സജീവ് നായർ സർ, ഇവരെ പോലുള്ള ഗ്രേറ്റ് ലീഡേഴ്സും വിഷണറീസ് ആണ് നമ്മളെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഈവന്റ്സും റെക്കഗ്നിഷൻസും നമുക്ക് വേണ്ട എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമും ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിന്റെ സക്സസ് സീക്രട്ടിൽ പറയുന്നുണ്ട്, ഞാൻ ശരിയായ സമയത്ത് ശരിയായ ബിസിനസ്സിൽ എത്തി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സക്സസിന്റെ സീക്രട്ട്. ദെൻ ഐ ഹാഡ് എ വിഷൻ, ദെൻ ഐ പുട്ട് ഇൻ ദ മാസീവ് ആക്ഷൻ. ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തി, എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, ഞാൻ അതിനുവേണ്ടി കഠിനമായി അതിനുവേണ്ടി മാസീവായിട്ട് ഞാൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സക്സസ് സീക്രട്ട്. എങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മുന്നിൽ നമുക്കൊരു ശരിയായ സ്ഥലത്ത് എത്തുക എന്നുള്ളത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ ലൈഫിലെ ലക്ക് എന്നും അതാണ് നമ്മുടെ ലൈഫിന്റെ ഒരു ബ്ലെസ്സിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശരിയായ ഒരു സ്ഥലത്ത് ശരിയായ ഒരു സമയത്ത് ശരിയായ ഒരു വഴിയിൽ എത്തിച്ചേരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലുള്ള നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വിന്നിംഗ് ടീം പ്രൊവൈഡ് ചെയ്യുന്നത് ശരിയായ ഒരു സമയം, ശരിയായ ഒരു സ്ഥലം, ശരിയായ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. സോ ടൈം പ്ലസ് മണി, സമയവും പൈസയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും. സമയവും പൈസയും ഒരുപോലെ ഉണ്ടെങ്കിൽ, സമയം പൈസയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇഷ്യൂ അല്ല എങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നത് ലൈഫ് സ്റ്റൈൽ ഓപ്ഷൻസും ഫ്രീഡവും ആയിരിക്കും. സോ ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ലൈഫിൽ സമയവും പൈസയും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നേടാൻ സാധിക്കുകയും നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാൻ പറ്റുകയും ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.